വിഷുവൊക്കെ അല്ലേ വരാൻ പോകുന്നത്. എന്നാൽ പിന്നെ 2 വെള്ളരിക്കയുടെ തൈ കിട്ടിയപ്പോൾ അതങ്ങ് നടാമെന്ന് വിചാരിച്ചു. ഇവിടെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിടിച്ച് കിട്ടില്ല, കാരണം തുരപ്പൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെറസിൻ്റെ മുകളിലേക്ക് ഞാൻ കൊണ്ടുപോയി. പുതിയ മണ്ണൊരുക്കാനുള്ള മടിയൊക്കെ കാരണം കൊണ്ട് ഞാൻ പഴയ കൂർക്ക നട്ട പാത്രത്തിൽ തന്നെ നടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടിട്ട് ആ പാത്രം എടുത്തപ്പോഴൊരു ചക്ക ഇട്ടപ്പോൾ മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ എനിക്ക് കുറേ കൂർക്ക കിട്ടി. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം ഞാൻ കുറച്ച് വളമോ ഒന്നും കൊടുക്കാണ്ട് ഞാൻ തിരിഞ്ഞു പോലും നോക്കാത്ത ഈ സംഭവത്തിൽ നിന്ന് എനിക്ക് ഇത്രയും കൂർക്ക കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണല്ല, അത് പാറ പോലെയാണ് ഇരിക്കുന്നത്. എന്തോരം കളിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കുറച്ച് കൂർക്കെങ്കിലും കിട്ടിയെന്നറിയോ. ഞാനും എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് സഹായം കൂടി അത് കിളച്ച് മറിച്ച് അതിൽ നിന്നുള്ള മുഴുവൻ കൂർക്കയും കൂടി എടുത്തു. പിന്നെ വന്ന പരിപാടി അങ്ങോട്ട് തുടങ്ങി. വെള്ളരിക്കയുടെ തൈയൊക്കെ നട്ട് അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പരിപാലിച്ച് ഞങ്ങൾ നേരെ താഴത്തോട്ട് പോയി ഞങ്ങൾ ആ കൂർക്കൊക്കെ അരിഞ്ഞ് ഞാനും എൻ്റെ മോനും കൂടി കൂർക്കൊക്കെ അരിഞ്ഞ് സെറ്റപ്പൊക്കെ ഒരു സ്പെഷ്യൽ കൂർക്കത്തോരൻ അങ്ങനെ വെച്ചു. സ്പെഷ്യൽ കൂർക്കത്തോരനൊന്നല്ല, കൂർക്കുപ്പേരി ഒന്നല്ല, സാധാ കൂർക്കുപ്പേരി. പക്ഷെ അത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടുമ്പോൾ അത് നമുക്ക് എന്നും സ്പെഷ്യലാണല്ലോ. അപ്പം അത്രയ്ക്കുള്ളൂ. സീ യു, ബൈ.